വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉജാലി ഒന്ന് ഒടിച്ച് നോക്കൂ. വളരെ നല്ലൊരു ടിപ്പാണ്. നമ്മുടെ വീടുകളിൽ പെറ്റുപെരുകി വരുന്ന പല്ലി, പാറ്റ, എലീനെ എല്ലാം തുരത്താൻ പറ്റിയ കിടുക്കാച്ചി സൂത്രമാണ്. അതുപോലെ ഈ മഴക്കാലത്ത് വരുന്ന ഈച്ച, കൊതുക്, ഇതിനെയെല്ലാം സിമ്പിളായിട്ട് നമുക്ക് തുരത്താൻ പറ്റുന്ന ടിപ്പും ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് അതുപോലെ ട്രൈയും ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടിപ്പാണ്. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഇവിടെ ചെയ്യുന്നത്, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ തിളപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് 2 കറുവാപ്പട്ട ഇട്ട് കൊടുക്കണം. ഗ്രാമ്പു ആണെങ്കിൽ ഗ്രാമ്പു ഇട്ട് കൊടുക്കാം, കറുവാപ്പട്ടയാണ് കറുവാപ്പട്ട എനിക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ചേർക്കുന്നത് ഗ്രാമ്പു അല്ല, കറുവാപ്പട്ടയാണ് കേട്ടോ. അത് നല്ലൊരു റിസൾട്ടാണ്. കൊതുകിനെയും ഉറുമ്പിനെയും പല്ലിനെയും പാറ്റാനെയും എല്ലാം തുരത്താൻ കറുവാപ്പട്ട നല്ലതാണ്. പ്രത്യേകിച്ച് കൊതുകിനെ തുരത്താൻ ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി. ഈ കൊതുക് വീട്ടിൽ നിന്നല്ല, വീടിൻ്റെ പരിസരത്തിൽ നിന്ന് തന്നെ പൊക്കോളും കേട്ടോ. നല്ല റിസൾട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സോപ്പാണ് വേണ്ടത് കേട്ടോ. ഏത് സോപ്പ് വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ വേറെ ഒരു നമ്മൾ ഡേ ഉപയോഗിക്കുന്ന സോപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഡെറ്റോൾ ഉണ്ടെങ്കിൽ ഡെറ്റോളിൻ്റെ സോപ്പ് എടുക്കാം, ഇല്ലെങ്കിൽ ഡെറ്റോൾ എടുത്താലും മതി കേട്ടോ. പക്ഷേ ഇത് ഞാൻ ഈ സോപ്പാണ് എടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു മണം കൂടെ കിട്ടും. നമ്മുടെ വീടുകളിലെ വീടിനുള്ളിലും അതുപോലെ റൂമിലും എല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് വെക്കണം. നല്ലൊരു മണമാണ്. വീടിനുള്ള ബാഡ് സ്മെല്ലെല്ലാം പോവുകയും ചെയ്യും. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉജാലയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഉജാലയും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ. നല്ലപോലെ ഒന്ന് തിളയ്ക്കണ കാര്യം നമ്മുടെ കറുവാപ്പട്ട അതുപോലെ തന്നെ സോപ്പൊക്കെ നല്ല അലുക്ക വേണം. കറുവാപ്പട്ടയുടെ നല്ല സത്ത് അതിൻ്റെ അകത്ത് വെന്ത് അതിൻ്റെ സത്ത് മുഴുവനും ഇറങ്ങണം. അതുപോലെ ഉജാലയും കൂടി ഇട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഉജാലയും കൂടി ഇട്ട് ഈ വെള്ളം തിളപ്പിക്കുമ്പോഴാണ് എത്ര നാളത്തേക്ക് വേണമെങ്കിലും ഈ വെള്ളം ചള്ളായി പോകാതെ അഴുക്കായി പോകാതെ ഇരുന്നുള്ളൂ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ്, നമ്മുടെ ഒരു സൊല്യൂഷനാണിത്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് വിനാഗിരിയോ നാരങ്ങ നീരോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ ഞാൻ ഇതിനകത്തിട്ട് ബേക്കിംഗ് സോഡ മാത്രമാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇട്ട് നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നല്ല തണുക്കാൻ വേണ്ടി വെക്കണം. പിന്നെ ഇതിനായിട്ട് നമുക്ക് സ്പെഷ്യലായിട്ടൊരു സൂത്രം ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ എന്നും നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സൂത്രമാണ് തേയിലപ്പൊടി. ഈ തേയിലപ്പൊടി ഒന്ന് നല്ലപോലെ കടുപ്പത്തിൽ തന്നെ ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കടുപ്പം വേണം കേട്ടോ, എന്നാലേ ഇത് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഉജാലയുടെ എല്ലാ ഒരു കളറ് മാറിയിട്ട് ഈ ഒരു കളറായി മാറും. നിങ്ങൾക്ക് വേണേൽ കുറച്ച് ഉജാലയും കൂടെ ഒഴിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഭയങ്കര റിസൾട്ടാണ് നമുക്ക് തരുന്നത് കേട്ടോ. ഉറുമ്പൊക്കെ വന്ന് ഈ തണുപ്പ് കാലത്തുണ്ടാക്കി കയറി വരുന്ന ഉറുമ്പ് നമ്മുടെ ഫുഡിലും എല്ലാം കയറി ഇറങ്ങി കടിക്കുന്ന ആ കടിയെല്ലാം നമ്മൾ സഹിക്കണ്ടേ. അപ്പോഴത്തേക്ക് ഈ ഉറുമ്പ് വരുന്ന വഴിയെല്ലാം ഇങ്ങനെ ഒന്ന് തളിച്ചിടുവാണ്. സ്പ്രേ ചെയ്തിടുവാണെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്കൊരു കുപ്പി എടുത്താൽ മതി. ആ കുപ്പിയിൽ സ്പ്രേ ബോട്ടിൽ പോലെ ആക്കിയിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്താൽ മതി, ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, അതെല്ലാം പൊക്കോളും. അതുപോലെ പാറ്റ, പല്ലി ഇതിനെല്ലാം തുരത്താൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതേ ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര നാളത്തേക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇത് ചള്ളായി പോകത്തേ ഇല്ല. ഞാനൊന്ന് ഇവിടെ നമുക്കിങ്ങനെ വേണമെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് രാത്രിയിലൊക്കെ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ തന്നെ ഇട്ടേക്കണം. പിന്നെ തുടയ്ക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ തുടച്ചിടണം. ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തുണി എടുത്ത് തുടച്ചിട്ടാൽ മതി. പിന്നെ ആ വശത്തോട് പല്ലിയും പാറ്റ എലിയൊന്നും വരില്ല കേട്ടോ. അത്രയ്ക്കൊരു മണമാണ്, നല്ലൊരു മണം. സോപ്പിൻ്റെ മണമൊക്കെ നല്ലൊരു മണമാണ്. നമ്മുടെ കിച്ചണൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് എപ്പോഴും നല്ല സുഗന്ധമായിട്ടിരിക്കും കേട്ടോ. അതുപോലെ ബെഡ്റൂമിലൊക്കെയാണ് നമ്മൾ സ്പ്രേ ചെയ്ത് ജനൽ കർട്ടൻ്റെ എവിടെയൊക്കെ ഇങ്ങനെ ഇടുവാണെങ്കിൽ പാറ്റ, പല്ലി, കൊതുക്, ഈ ഈച്ച, പ്രത്യേകിച്ച് ഈച്ച ശല്യം ഭയങ്കര കൂടുതലല്ലേ. ഈച്ചയൊന്നും കയറി വരത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് കൊതുകിനെ തുരത്താനും ഈച്ചേനെ തുരത്താനുള്ള സൂപ്പർ ടിപ്പാണ് ഞാൻ സെക്കൻഡ് ടിപ്പ് കാണിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ ഗ്ലാസ് ബോട്ടിൽ എല്ലായിടത്തും കാണുമല്ലോ. ഇതില്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലാസിൻ്റെ പിന്നെ നമുക്ക് ഉപയോഗിക്കാത്ത ഗ്ലാസ്സുകൾ കാണും, പിടിയുള്ള കപ്പ് പോലത്തെ ഗ്ലാസ് ബോട്ടിൽ കപ്പ് കാണും. അതിലേക്ക് ഒരു മെഴുകുതിരി ഇതുപോലെ നടുഭാഗത്തായിട്ട് ഒന്ന് കുത്തിവെക്കുക. അതൊന്ന് ഒരുക്കിയിട്ട് സാധാ രീതിയിൽ ഇങ്ങനെ കുത്തിവെക്കുക. അതിനുശേഷം നമ്മൾ ആ ഉജാലയുടെ ലിക്വിഡ് ശരിയാക്കിയിട്ടില്ലേ, ആ സൊല്യൂഷനിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ സൊല്യൂഷന് ഒഴിച്ചിട്ട് അതെ മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് കറണ്ട് പോയാലും മെഴുകുതിരിയും പെട്ടെന്ന് തീരത്തില്ല. ഇതിൻ്റെ ഒരു മണം ഭയങ്കര മണമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ. കറുവാപ്പട്ടയുടെ ഒക്കെ ഒരു മണം ഭയങ്കര മണമാണ്. അതുപോലെ ഉജാല, പിന്നെ നമ്മുടെ സോപ്പ്, ഇതിൻ്റെയൊക്കെ മണം നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അവിടെ ഈച്ച വരത്തില്ല, പൊടി ഈച്ച വരത്തില്ല, ഇതൊന്നും വരത്തില്ല. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പോൾ കറണ്ട് പോയാൽ പെട്ടെന്ന് കറണ്ട് പോയാൽ നമുക്ക് മെഴുകുതിരിയായിട്ട് കത്തിച്ചും വെക്കാം. പെട്ടെന്ന് മെഴുകുതിരി
കത്തി തീരത്തുമില്ല. അപ്പോൾ നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട്. അപ്പോൾ അത് ജനലിൻ്റെ ഭാഗത്തായിട്ട് ഇതിങ്ങനെ കൊണ്ട് കത്തിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ കൊതുക്, ഈച്ച ഇതൊന്നും കയറി വരുത്തുമില്ല കേട്ടോ. ഇതിന് നല്ലൊരു മണമാണ്. അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ചവിട്ടി മുകളിലേക്ക് കുറച്ച് ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ പല്ലിയും പാറ്റായും എലിയൊന്നും കയറി ഇറങ്ങത്തില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ എൻ്റെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലെല്ലാം എലിക്കാഷ്ടം പല്ലിക്കാഷ്ടം ഒക്കെ കാണും കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. അങ്ങ് ആ ഒരു വശത്തോട്ട് ഉറുമ്പോൾ ഇതൊന്നും വന്നിട്ടേ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് അടുപ്പിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിടുന്ന ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഈ ടിഷ്യൂ പേപ്പറിലേക്ക് നമ്മൾ ആ ഒരു സൊല്യൂഷൻ റെഡിയാക്കി വെച്ചിരുന്നില്ലേ, അതിലേക്ക് കുറച്ച് ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ, കിച്ചൺ സിങ്ക്, ബാത്റൂം ഇതിലെല്ലാം നമുക്ക് ഒഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ബാത്റൂമിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് പാറ്റകൾ, തണുത്ത് വരും പാറ്റകൾ, ഒരുമാതിരി പൊടിയീച്ചകൾ, കുട്ടികളൊക്കെ ഡെയിലി ദിവസം കയറി ഇറങ്ങുമല്ലേ. കയറി ഇറങ്ങുമ്പോഴത്തേക്കൊണ്ട് ബാഡ് സ്മെല്ലൊക്കെ പോകാൻ നല്ലതാണ്. അത് മാത്രമല്ല ഈ ഒരു സൊല്യൂഷനും കൊണ്ട് ബാത്റൂമും ക്ലോസറ്റും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിക്കേ വെട്ടി തിളങ്ങി കിട്ടും കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ളൊരു സൊല്യൂഷനാണിത്. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, ഉറപ്പാണിത്. ഇത് കണ്ടില്ലേ, ബാത്റൂമിൽ ഞാൻ കൊണ്ട് എല്ലായിടും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കാര്യം പാറ്റൊക്കെ ഈ തണുപ്പ് വരുമ്പോഴത്തേക്കും മൂലയ്ക്ക് ഇങ്ങനെ കയറി ഇരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇത് ഒഴിച്ചിട്ട് തന്നെയാണ് ബാത്റൂം കൂടെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. നല്ല നമുക്ക് ഹാർപ്പിക്കിൻ്റെ ഒരു ആവശ്യവും ഇല്ല കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഇതുപോലെ പല്ലി പാറ്റാനെ എല്ലാം തുരത്തുന്നതും അതുപോലെ വളരെ യൂസ്ഫുള്ളായ കിച്ചൺ ടിപ്സുകളൊക്കെ ഒത്തിരി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല നല്ല ടിപ്പുകൾ അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പേര് സഹിതം ഞാനത് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പൂച്ചയും അതുപോലെ തന്നെ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങളൊക്കെ ഒന്ന് പിടിച്ചിട്ടതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ കൈ എത്തുന്നതൊന്നും വെക്കുകയൊന്നും ചെയ്തേക്കരുത്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ പാമ്പിൻ്റെ ശല്യമൊക്കെ കൂടുതലല്ലേ, അതിൻ്റെ ഒരു ടിപ്പ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.